നമസ്കാരം. ഞാൻ കലാഭവൻ നന്ദന. ചിത്രാഞ്ജലി ആർട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിവ് എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കഴിവ് എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായുള്ള കഴിവിനെയാണ് എല്ലാവരും കഴിവെന്ന് പറയുന്നത്. എന്നാൽ സാമ്പത്തിക ശേഷിയല്ല കഴിവ് കൊണ്ട് അർത്ഥമാക്കേണ്ടത്. ക്രിയാത്മകമായ കഴിവുകളെയാണ് ഇവിടെ കഴിവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാടാനും വരയ്ക്കാനും നൃത്തം ചെയ്യുവാനും അഭിനയിക്കാനും എന്നിവയൊക്കെയുള്ള കഴിവുകളെയാണ് ഇവിടെ കഴിവിനെ കൊണ്ട് ഉദ്ദേശിച്ചുള്ളവർക്ക് സർഗ്ഗശേഷി ഉണ്ടാവാനോ സർഗ്ഗശേഷിയുള്ളവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാവണമെന്നോ ഇല്ല. കാസർഗോഡ് ജില്ലയിലെ മാവുങ്കാൽ സ്വദേശിയായ സായി ഹരിയെയാണ് ഞാൻ ചിത്രാഞ്ജലി ആർട്സ് യൂട്യൂബ് ചാനലിൽ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹാർമോണിയം, കീബോർഡ് തുടങ്ങിയ ഇൻസ്ട്രുമെൻറ്റ്സ് സായി ഹരി വായിക്കുന്നത് നമുക്ക് നേരിൽ കാണാം. ഞാൻ എൻ്റെ ക്ലാസ്സെല്ലാം കഴിഞ്ഞു. ഞാൻ ഹിന്ദുസ്ഥാനി സംഗീത വിശാരദ് കംപ്ലീറ്റ് ചെയ്തു. സംഗീത മേഖലയിലേക്ക് എത്താനുള്ള വഴി തുറന്നതെന്ന് വെച്ചാൽ ഞാൻ അറിയാണ്ടാണ് തുറക്കപ്പെട്ടത്. കാരണം ഇപ്പോൾ എനിക്ക് 2003 ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു വലിയ ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ ഈ ആക്സിഡൻറ്റ് പറ്റുന്നതിന് മുമ്പേ ഞാൻ പാട്ട് കേൾക്കും എന്നല്ലാതെ എനിക്കൊന്നും പിന്നെ വായിക്കാനോ പാടാനോ ഒന്നും ഇതിൻ്റെ ABCD എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ആക്സിഡൻറ്റിന് ഞാൻ ICUയിൽ കിടന്നു എന്നല്ലാതെ പറയുന്നെങ്കിലും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഭഗവാന്റെ റെസിഡൻസിൻ്റെ ആ റൂമും നമ്മ ഇരുന്ന കെട്ടിലൊരു ഞാനും ഭഗവാനും ഒന്നിച്ച് അടുത്തടുത്ത് ഇരുന്നു, ഞാനും ഭാവിയും. അപ്പോൾ ഭഗവാൻ എന്നെ പഠിപ്പിച്ചു സത്യത്തിൽ. അപ്പോൾ പിന്നെ ഇത് കേൾക്കുന്നവർക്ക് കേൾക്കുമ്പോൾ ഇത് എങ്ങനെയാണെന്ന് അവർക്ക് തോന്നാം, പക്ഷെ അത് ഭഗവാനെ മാത്രമേ അറിയൂ. ഞാൻ അതിന് മുമ്പേ ഇവിടെ അങ്ങനത്തെ ഹാർമോണിയോ കീബോർഡോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മാമ്മൻ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല, മരിച്ചുപോയി. വേണുവച്ചൻ്റെ വീട്ടിൽ കീബോർഡ് ഉണ്ട്. എൻ്റെ പേര് അരവിന്ദ്, സായിൻ്റെ അച്ഛനാണ്. 2003 സായിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അത് പയ്യന്നൂർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത്. വളരെ മേജർ ആക്സിഡൻ്റ് ആയിരുന്നു. പെരിയ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. ഏകദേശം 6-7 ദിവസം 8 ദിവസത്തോളം ICUയിലായിരുന്നു. 9 ദിവസം ICUക്കകത്തായിരുന്നു അവനുണ്ടായത്. അങ്ങനെ 9 ദിവസം കഴിഞ്ഞ് അവനെ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, സായി നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു? അപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത്. ഒരു പെൺകുട്ടിയെ ഇടിച്ചിട്ട് ആ പെൺകുട്ടിക്കും വളരെ മേജർ ആക്സിഡൻ്റ് ഉണ്ടായി, പരിക്ക് പറ്റി. സായിക്കും നല്ലൊരു പരിക്ക് പറ്റി. അപ്പോൾ ഈ 9ാമത്തെ ദിവസം കൊണ്ടുവന്നിട്ട് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞു, അപ്പോൾ ശബ്ദങ്ങൾ, അതായത് കൃത്യമായിട്ട് അവന് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അതായത് ഒരു ഭാഗം തളർന്നു പോയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് സമയം എടുക്കും. എങ്കിൽ പറഞ്ഞു ഞാൻ സ്വാമിയുടെ കൂടെ, പുട്ടപ്പർത്തിയിലെ സ്വാമിയുടെ കൂടെയായിരുന്നു, സ്വാമിയുടെ ബെഡിലായിരുന്നു ഞാൻ കിടന്നത്. അപ്പോൾ എനിക്ക് സ്വാമി ഹിന്ദുസ്ഥാനി, അതായത് ഹാർമോണിയം വായിക്കാനും സംഗീതമെല്ലാം സ്വാമി അവിടെ പഠിപ്പിച്ചു. അപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ കുറേയും കൂടി അവിടെ പഠിക്കുമായിരുന്നു എന്നെല്ലാം സായി എപ്പോഴും പറയും. അപ്പോൾ സായിന് ഇങ്ങനത്തെ ഒരു സംഗീത വാസന ഉള്ളതായിട്ട് നമുക്കൊന്നും അറിയില്ല. അതിനുശേഷമാണ് ഇവിടെ നമ്മൾ ഹാർമോണിയം വാങ്ങുന്നതും പിന്നെ സായി ഹാർമോണിയം വായിക്കാൻ തുടങ്ങുന്നതും. പ്രത്യേകിച്ചൊരു ഗുരു സായിക്കില്ല.
ഭഗവാൻ ശ്രീ സത്യസായി ബാബ തന്നെയാണ് സായിയുടെ ഗുരു. ഞാൻ പ്രസവിച്ചത് ബുദ്ധിമുട്ടുകൾ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത്. അപ്പോൾ എന്താ കൂനിൽ മേൽക്കൂര് എന്ന് പറഞ്ഞ പോലെ അവന് ആ ഒരു പിന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി സ്വാമിയുടെ ആളുടെ കൂടെയുണ്ട്. ഇപ്പോഴും ആ കയ്യൊപ്പിലൂടെ ആ ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ടാണ് അവൻ ഇത്രയും നന്നായിട്ട് പല ആളുകൾ നമ്മുടെ രമേശ് സാറോട് ചോദിച്ചു, സായിനെ ആരാണ് ഹാർമോണിയം പഠിപ്പിച്ചത്? ഞാൻ പറഞ്ഞു ഭഗവാൻ ശ്രീ സത്യസായി ബാബയാണ്. അദ്ദേഹം പറഞ്ഞതിനൊന്നും പറയാനില്ല. കാരണം ഇതുപോലെ ഹാർമോണിയം വായിക്കണമെങ്കിലും ആ ഒരു എന്താ ശ്രുതിയും താളവും എല്ലാം ആ ഒരു കൈവിരലിൽ വരുന്നത് നിങ്ങൾക്ക് കാണാം അവൻ വായിക്കുന്നത്. അതായത് രമേശ് നാരായൺ സാറിൻ്റെ എൻ്റെ ഒരു യോഗം തന്നെ ഞാൻ പറയാം. രമേശ് ജീൻ്റെ കൂടെ പണ്ടേ ഞാൻ ഹാർമോണിയം ഒന്ന് വായിക്കണമെന്ന് എൻ്റെ ശരിക്കും ഒരു തപസ്സായിരുന്നു അത്. രമേശ് നാരായൺ സാറിൻ്റെ കൂടെ ആദ്യം ഞാൻ വായിച്ചത് സാറ് ഈ ഗുരുവന്ദനം പ്രോഗ്രാം ചെയ്യാറുണ്ട്. അത് പിന്നെ 2022 കൊറോണ കഴിഞ്ഞപാട് ഇല്ല ആദ്യത്തെ പ്രോഗ്രാമിൽ ഞാൻ വായിച്ചു. പിന്നെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഹായ്, ഇതിലാണ് ഞാൻ ഓഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇതിൽ ഞാൻ ലോജിക് പ്രോ എന്ന സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. അത് അമേരിക്കൻ്റെ ഒരു കോഴ്സ് ഉണ്ട്. ഓൺലൈനായിട്ടുള്ളൊരു കോഴ്സിൽ ഞാൻ പഠിച്ചു, ഇൻ്റർമീഡിയറ്റ് ആയി. പക്ഷെ അഡ്വാൻസ് ആയിട്ട് എനിക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ US പോകേണ്ട ഒരു പ്ലാനിങ് ഉണ്ട്. അവിടെ പഠിക്കാൻ മാത്രമല്ല, അവിടെ തന്നെയാണ് ഞാൻ ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നത്. അവിടെ തന്നെ ഞാൻ ചെയ്യും ജോലി, അവിടെ തന്നെ ചെയ്യും ഞാൻ. ഇതിൽ പിന്നെ ഇന്ത്യയിലെക്കാട്ടും നമുക്ക് സാധ്യത കൂടുതൽ അങ്ങോട്ടാണ്. അത് ഞാൻ സ്ക്രീൻ ഓഫ് ആക്കി കാണിക്കാം. പിന്നെ അതിൻ്റെ പരമോടുകൾ കടകട്ട എന്ത് പായന അദ്ദേഹത്തിൻ്റെ വായോ. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനുണ്ട് ഹരി, എൻ്റെ അടുത്ത സുഹൃത്താണ്.
दया करो शिव गंगाधारी, दया करो शिव गंगाधारी, कृपा करो शिव है त्रिभुजारी, शिव है त्रिभुजारी, दया करो शिव गंगाधारी, नाम मधुर शुभ मंगलकारी, नाम मधुर शुभ मंगलकारी, अलग निरंजन त्रिशूलधारी, अलग निरंजन त्रिशूलधारी, दया करो कृपा करो रक्षा करो भोला भंडारी, कृपा करो रक्षा करो भोला भंडारी, दया करो शिव गंगाधारी, नाम मधुर शुभ मंगलकारी, दया करो कृपा करो रक्षा करो भोला भंडारी, दया करो कृपा करो रक्षा करो भोला भंडारी, दया करो शिव गंगाधारी। ഇതുപോലുള്ള കലാപ്രതിഭകളെ നമുക്ക് വളർത്തിയെടുക്കാം, പ്രോത്സാഹിപ്പിക്കാം. ക്യാമറമാൻ ചിത്രാഞ്ജലിയോടൊപ്പം കലാഭവൻ നന്ദന. താങ്ക് യു.